നമസ്കാരം, സിറ്റിയോസിലേക്ക് സ്വാഗതം. മിനിമം കൂലിയും ജോലി സ്ഥിരതയും ആവശ്യപ്പെട്ട് കേരള ഫ്ലാറ്റ് ആൻഡ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. പയ്യാമ്പലം സീസ്കേ ഫ്ലാറ്റിന് മുന്നിൽ നടന്ന ധർണ ഓൾ ഇന്ത്യ സെന്റർ ഓഫ് ട്രേഡ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എസ് ലാൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാര്യ പ്രസവിക്കാൻ ആശുപത്രി കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് 25,000 രൂപ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ വ്യവസ്ഥിതികൾ പ്രകാരം അവന്റെ വീട്ടിലെ ഉപ്പിട്ട് വെക്കുന്ന ചിരട്ട വരെ എടുത്തോണ്ട് പോകുന്ന സംസ്കാരം നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്താണ് കോടികളുടെ ഒരു ഫ്ലാറ്റ് ജപ്തി ചെയ്യുവാൻ ഉത്തരവുണ്ടായി 1 വർഷം കഴിഞ്ഞിട്ടും അതിനകത്ത് തന്നെ ഒരു ചെടിച്ചട്ടി പോലും എടുത്തുകൊണ്ട് പോവാൻ ഈ ഉദ്യോഗസ്ഥർക്കായില്ല എന്ന് പറയുമ്പോൾ ഈ പണി നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പൊക്കൂടെ തഹസീൽദാരെ എന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുക. ചെയ്യുന്ന പണി കൃത്യമായി ചെയ്യാൻ പഠിക്കണം. ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി ഓച്ചാനിച്ചു നിൽക്കുവാനും അടിമത്തം എന്ന് പറയുന്നത് തൊഴിലാളിയുടെ മേലിൽ നടത്തിയിരുന്നത് ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥർ അടിമകളായി നിൽക്കുന്ന ഈ അവസ്ഥ തൊഴിലാളികളെ അടിമത്തത്തിൽ നിന്ന് തൊഴിലാളി യൂണിയനുകൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഇപ്പൊ തഹസീൽദാരന്മാരടക്കമുള്ള ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ കളക്ടർ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാ കേസെടുക്കാം. ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ അടിമത്തത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുക. ഇപ്പോ ജില്ലയിലെ ഫ്ളാറ്റുകളിലും വീടുകളിലും ജോലി ചെയ്തു വരുന്ന തൊഴിലാളികൾക്ക് മിനിമം കൂലിയോ തൊഴിൽ സുരക്ഷിതത്വമോ അനുവദിക്കപ്പെടുന്നില്ല. വർഷങ്ങളോളം ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കടുത്ത ചൂഷണത്തിനാണ് ഇരയാവുന്നത്. തൊഴിൽ വകുപ്പിൽ പരാതിപ്പെടുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. തൊഴിൽ ഉടമയുടെ നിയമവിരുദ്ധ നടപടികൾക്ക് തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും പിന്തുണ ലഭിക്കുന്നു എന്നത് നിയമലംഘനം നടത്താൻ ഉടമകൾക്ക് ധൈര്യം പകരുകയാണ്. മിനിമം വേതന കേസുകളിലെ വിധികൾ പോലും ലംഘിക്കപ്പെടുകയും നടപ്പിലാക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നില്ല. സീസ്കേപ്പ് ഫ്ളാറ്റ് തൊഴിലാളികൾക്ക് മിനിമം വേതന നിയമം അനുസരിച്ച് നടത്തുന്ന കേസിലെ വിധി വന്നിട്ട് 1 വർഷമായിട്ടും വിധി നടപ്പിലായിട്ടില്ല. നിയമലംഘനങ്ങൾക്ക് ഒത്താശ ചെയ്യുകയാണ് തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് മിനിമം വേതന നിയമം അനുസരിച്ച് നടന്ന കേസിലെ വിധി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ സീസ്കേപ്പ് ഫ്ളാറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. ജനറൽ സെക്രട്ടറി തെക്കൻ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. AICTU ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ അരിങ്ങിലൻ, മണൽ തൊഴിലാളി യൂണിയൻ നേതാവ് MT കുഞ്ഞിക്കണ്ണൻ, TUCC നേതാവ് ദിവാകരൻ, KVTUCI ജില്ലാ പ്രസിഡന്റ് PV പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.